أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن. ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله والناهون عن المنكر والحافظون لحدود الله المؤمنين. याकूब हमीदी साहब तर्जुमा। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। अभी आपके सामने ആകെ ഇപ്പോൾ സൂറ തൗബയുടെ 111 മുതൽ 112 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. അതിൻ്റെ തർജ്ജമ ഇവിടെ ഹസ്രത്ത് മുസ്ലിം മൗദുല്ലാഹുവിൻ്റെ തഫ്സീർ സഗീറിൽ നിന്നും കേൾപ്പിക്കുന്നു. ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ
ഞാൻ ആരംഭിക്കുന്നു. വിശ്വാസികളിൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ട് എന്ന ഉറപ്പിന്മേൽ അള്ളാഹു അവരുടെ ജീവനും ധനവും വിലക്കു വാങ്ങിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ പൊരുതുന്നു. അങ്ങനെ അവർ ശത്രുക്കളെ വധിക്കുകയും ചിലപ്പോൾ വധിക്കപ്പെടുകയും ചെയ്യുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും പ്രസ്താവിക്കപ്പെട്ട അള്ളാഹുവിന് നിറവേറ്റുവാൻ ബാധ്യതയുള്ള സത്യമായ ഒരു വാഗ്ദാനമാണിത്. തൻ്റെ കരാറിനെ അള്ളാഹുവിനേക്കാൾ നല്ല നിലയിൽ പൂർത്തിയാക്കുന്നവൻ മറ്റാരുണ്ട്? അതുകൊണ്ട് അള്ളാഹുവുമായി നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ വ്യാപാരത്തിൽ സന്തുഷ്ടരാവുക. അതുതന്നെയാണ് മഹത്തായ വിജയം. പശ്ചാത്തപിച്ചു മടങ്ങുന്നവരും അള്ളാഹുവിനെ ആരാധിക്കുന്നവരും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരും വ്രതമനുഷ്ഠിക്കുന്നവരും നമിക്കുന്നവരും സാഷ്ടാംഗം പ്രണമിക്കുന്നവരും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നവരും നിഷിദ്ധ കാര്യങ്ങൾ വിലക്കുന്നവരും അള്ളാഹുവിൻ്റെ നിയമപരിധികളെ കാത്തുസൂക്ഷിക്കുന്നവരുമാണ് അവർ. സത്യവിശ്വാസികൾക്ക് നീ സുവിശേഷം അറിയിക്കുക. ജസാക്കുമുല്ലാ. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. अल्लाह ताला के फजल से അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാളെ മുതൽ ഇൻഷാ അല്ലാ ജൽസ സാലാന UK ആരംഭിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഒരുപാട് ദിവസം മുമ്പ്, ആഴ്ചകൾ മുമ്പ് തന്നെ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ജൽസയുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് അങ്ങനെ പല സമയമായി പലവരുടെയും ജോലി തുടങ്ങി, ചിലവരുടെ നാളെ മുതൽ തുടങ്ങുന്നു. അങ്ങനെ ജൽസയ്ക്ക് ശേഷവും ആ ദിവസങ്ങളുമൊക്കെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പ്രവർത്തനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ ഒരുപാട് ഔപചാരികമായി മാത്രം പറച്ചിൽ മാത്രമാകും ഇതിനെക്കുറിച്ച് പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ജോലി അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിജയങ്ങൾ, അതേക്കുറിച്ച് നിങ്ങളുടേതായ കഴിവിൻ്റെയോ പരിശ്രമത്തിൻ്റെ ഫലമായി കണക്കാക്കരുത്. ഇത് നിങ്ങളുടെ പരിശ്രമ ഫലമായാണ്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ അറിവിൻ്റെ ഫലമായാണ് നിങ്ങൾ ഈ വിജയം നേടിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനമാണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്ന് കരുതരുത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികളിൽ എപ്പോഴും ബർക്കത്ത് അങ്ങനെ ലഭിക്കുന്നതായിരിക്കും, അനുഗ്രഹം ചൊരിയപ്പെടുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഇവിടെയുണ്ട്, നിങ്ങളുടെ അതിഥികളുടെ സേവനത്തിനായാണ് നിങ്ങളിവിടെ സന്നിഹിതരായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശം നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കുക. അതിഥികളെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ, അവരെ ആദരിക്കുമ്പോൾ അവരെ സലാം ചൊല്ലുക, സലാം വ്യാപിപ്പിക്കുക. സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം അങ്ങനെ സംജാതമാകും. പരസ്പര സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരു അന്തരീക്ഷം അതിഥികളുമായി നിങ്ങൾ സംജാതമാക്കണം. ചിലപ്പോൾ അതിഥികളോട് അല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്നവരോട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഉണ്ടാകരുത്. ഹദരത്ത് മസീഹ് ഇസ്ലാമും ഇതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പ്രത്യേകിച്ച് വോളണ്ടിയേഴ്സിനോട്, ജീവനക്കാരോട് പറഞ്ഞത്, നിങ്ങൾ അതിഥികളെ ബഹുമാനിക്കുക, അവരെ ശ്രദ്ധിക്കുക, അവരുടെ ആഗമനോദ്ദേശത്തെ മാനിക്കുക. യഥാർത്ഥ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സൽപ്രകൃതത്തോടെ, സൽസ്വഭാവത്തോടെ, സുസ്മേരവതരനായി നിങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളുടെ എല്ലാ വിജയങ്ങളെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹ ഫലമായി കണക്കാക്കുക.
അതിന് ഫലമായി നിങ്ങൾക്ക് ഗണിക്കുക. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് തന്നരുളുമാറാകട്ടെ. ദുആ ചെയ്യാം. ദുആ. آمين. السلام عليكم.